എന്നാണെങ്കിൽ പഞ്ഞ റേസിൻ്റെ ആണെങ്കിൽ എനിക്ക് അന്നത്താണെങ്കിൽ വീഡിയോ ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വർക്കാണ് കാണുന്നത്. അത് ഇയാളാട്ടോ തുടങ്ങിയത്. എടോ കിളവാ, എന്നെ പറ്റാണെങ്കിൽ ഞാൻ പൈസ തരാത്തന്നെ. അത് ഞാൻ പിന്നേക്കെ തരാം. ഞാൻ പിന്നെ തരാമെന്ന് ഞാൻ റേസിന് കൂടി ഞാൻ പറഞ്ഞിട്ടല്ലേ എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ അതൊക്കെ പിന്നെ തരാം. ഞാൻ പിന്നെ തരാമെന്ന് ഇപ്പം തന്ന കളവാ, അല്ലെങ്കിൽ കത്തിയെടുത്ത് വെട്ടിങ്ങ. എൻ്റെ അമ്മ നീ ഒന്ന് പോടാർക്കാം. എന്നാൽ ശരി, എന്നെയാണല്ലോ എടുത്തിട്ട് അടിക്കും ഞാൻ. എന്നതാ അങ്ങനെ ഒന്ന് ഇരിക്കാന്ന് ഓർത്തു. അല്ല പിന്നെ ചത്തുപോട്ടെ പട്ടികളൊക്കെ. അല്ല പിന്നെ ഗായ്സ് അവനെന്നെ പറ്റിച്ചു. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഗൈസ്. ഞാനാണെങ്കിൽ അന്ന് റേസിനാണെങ്കിൽ അവനെ കുറേ കൂടി എന്നിട്ടാണെങ്കിൽ എന്നെ എത്ര റേസിന് കൂടി പിന്നെ 10 റേസിന് കൂടിയിട്ട് അവൻ എന്നെ തന്നിട്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾ മറക്കാതെ ഒന്ന് കാണണേ. അവൻ എന്നാ ചതിയനാന്നറിയാമോ? എൻ്റെ പൈസയും കളഞ്ഞു. ഇനിയിപ്പോൾ എന്നെ ചെയ്യും? ഞാൻ ബാങ്കിൽ പോയി പൈസ എടുക്കാം. ബാങ്ക് ഇവിടെ അല്ല, ഞാൻ വണ്ടി ഇരിക്കട്ടെ. ഇപ്പോൾ വെള്ളത്തിൽ ചാടി എന്നെ ഇവൻ മാത്രം കിടന്ന് എന്നെ ചതി കാണിക്കുന്നവനാ. എനിക്കറിയായിരുന്നു ഇവൻ ചതി കാണിക്കുമെന്ന്. നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ ഏട്ടാ, അവിടെ എൻ്റെ അളിയൊന്ന് മാറി ഇന്നൂടെ. എൻ്റെ പൊന്ന് സോറി ബ്രോ, ഇവനൊന്ന് മാറി ഇന്നൂടെ. എൻ്റെ അമ്മ, ഇവന്മാർക്കത് വഴി മാറി ഇന്നൂടെ. കുറേ നേരെ കിടന്ന് വാചാടിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് നേരെ ഉയ്യോ സീനായി മുടി സീനായി. എൻ്റെ അമ്മോ, ഞാൻ അപ്പോഴേ പറഞ്ഞതായിരുന്നു ആ തെണ്ടിനെ പൈസയും മേടിച്ചുകൊണ്ട് പെട്ടെന്ന് പോയായിരുന്നു. വണ്ടി വരെ പൊങ്ങുണ്ട്. നന്നായി അണ്ട, ഇനി എന്നാ പന്ന വണ്ടിയാണോ ആ കിളവനെ? ഞാൻ വെറുതെ കൊല്ലും. ഞാൻ എവിടെയെങ്കിലും ആശുപത്രിയിലോ അല്ല എവിടെയെങ്കിലും പോയി കിടക്കട്ടെ. ചാവണം അന്നോട്ടൊക്കെ. നീയൊക്കെ ചാവേണ്ട സമയമായി അല്ലേ? പിന്നെ പെണ്ണിനൊക്കെ മാറിക്കാൻ വേണ്ടിയുള്ള സ്ഥലമല്ല. നമുക്ക് നേരെ ബാങ്കിൽ പോയി പൈസ എടുക്കാം. ബാങ്കിൽ കുറേ പൈസ കിടപ്പുണ്ട് എൻ്റെ അക്കൗണ്ടിൽ. അവിടം വരെ പോകേണ്ടി വരും. വണ്ടിയുടെ പെട്രോളും തീരാറി. പെട്രോൾ അടിച്ചിട്ട് വേണം നേരെ പെട്രോൾ പമ്പിൻ്റെ അവിടെ തന്നെ ആയിരിക്കും. എനിക്കറിയാവണല്ലേ. ഇവിടെ മൊത്തം സീനാ ബൈ. ഒന്ന് മാറിക്ക ബ്രോ. അല്ല പിന്നെ അയ്യോ ഇവിടെയൊക്കെ സീന. എൻ്റെ അളിയ അടിക്കാൻ വേണ്ടി. എൻ്റെ അമ്മ, അത് നന്നായിട്ടുണ്ട്. അല്ല പിന്നെ പോലീസുകാരൻ വരെ പോലീസുകാരനെ ഇടിച്ചു. അത് നന്നായി. നമുക്ക് ബാങ്കിൽ പോയി പൈസ എടുക്കാം. ഇനി നോക്കട്ടെ. എൻ്റെ അമ്മ കുറച്ച് സമയമേ ഉള്ളൂ. ഇത് തന്നെയാടെ മനുഷ്യന് ഓരോ പരിപാടി ഉണ്ടായിക്കൊണ്ട് തന്നെ ഇത് ചെയ്യാനൊക്കെ ഭയങ്കര പാടാ. അപ്പം കിട്ടിയിട്ടോ. അവൻ്റെ പൈസ തന്നെ എനിക്കും കിട്ടിയേക്കണം. അപ്പോൾ നമ്മുടെ ബാങ്കിനകത്ത് പൈസയൊക്കെ വന്നു കേട്ടോ. ആ കിഴവൻ്റെ കാശൊന്നും എനിക്ക് വേണ്ട. അയ്യോ പോലീസ് പിടിക്കും. ഇവിടെ നിൽക്കണ്ട. അയ്യോ ഇപ്പം പോലീസ് പിടിച്ചോണ്ട് പോകും. അയ്യോ ഇപ്പം പിടിച്ചല്ലേ. നമുക്ക് നേരെ കത്തിച്ചു വിടാം. വണ്ടിയുടെ പെട്രോളിൽ നിന്ന് കത്താൻ തുടങ്ങി. വേറെ വണ്ടി മാറ്റേണ്ടി വരും. എൻ്റെ അമ്മ പെട്ടെന്ന് വിട്ടോ. അല്ലെങ്കിൽ സീനാവും. നമുക്കേ ഇവിടെ നിൽക്കാനുള്ള സമയമില്ല. ഈ റോട്ടിൽ വെച്ചോണ്ടല്ലോ അടിയിടിയൊക്കെ കൂടിയാണ്ടല്ലോ അമ്മമാർ തരിപ്പടാക്കുമെന്ന് പറഞ്ഞാൽ അടിപ്പടാക്കും. നോയിക്കോ. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ കൊല്ലണേന് നേരം. എൻ്റെ അമ്മോ, വണ്ടി ഇപ്പോൾ പൊങ്ങിപ്പോയി. എൻ്റെ അമ്മോ, ചാടല്ലേ. നന്നായി. പെട്ടെന്ന് കയറിക്കൂ. എൻ്റെ പൊന്നളിയ പറയണായിരുന്നു. സമ്മതിച്ചു. അവിടെ ഒരു വണ്ടിയുണ്ട്. ഈ സാധനം കിട്ടി. ഭാഗ്യം. പാരഷൂട്ട് കിട്ടാൻ വേണ്ടിയുള്ള വന്നേക്കണേ. പോലീസിൻ്റെ വണ്ടി തന്നെ വേണം നമുക്ക്. ഇവിടെ ഒറ്റ വണ്ടി പോലും ഇല്ലടി. ആംബുലൻസ് മാത്രമേ ഉള്ളൂ. ഞാനെവിടെയെങ്കിലും ഓടി പോകേണ്ടി വരും. എൻ്റെ പൊന്നി, ഇവിടെ നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. എടാ ഇവിടെ മൊത്തം പോലീസാണെന്ന് തോന്നുന്നു. എല്ലാവരും എന്നെ കണ്ടിട്ടാണ് ഓടിപ്പോണേ. മദാമേനെ സമ്മതിക്കണം. ഇവിടെ അടുത്ത് തന്നെ വന്നേക്കണം. പെട്ടെന്ന് വാ പെട്ടെന്ന്. ഇവൻ ഇപ്പോഴേ മടുക്കത്തുള്ളോ? അയ്യോ പെട്ടെന്ന് വിട്ടോ. വണ്ടി കിട്ടി. ഇവനൊക്കെ ഒന്ന് മാറി ഇന്നൂടെ. ഒന്ന് മാറിപ്പോടേ.
ഇല്ലേ പിന്നെ എൻ്റെ അമ്മ പെട്ടെന്ന് വിട്ടോ. ഓ ഇവനൊന്നും വേറെ പണിയില്ലേടി. നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ സീനാ. അയാളെ ഇടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നന്നായി തരിപ്പടാവാൻ വേണ്ടി വന്നേക്കണം. ഗൈസ് അവിടെ എന്താ ഒരു മഞ്ഞ ലൈറ്റ് കത്തണേ, മുകളിൽ നിന്നാണോ? എൻ്റെ കളി അത് സീയെ തന്നെ. ഇന്നമ്മ ആരിക്കടേ ഞാനൊന്ന് കാണട്ടെ. അയ്യോ ഇവിടെ പട്ടി തലയാ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വണ്ടിയാണ്, അതും കൊണ്ടേ കളഞ്ഞു പട്ടി. തെണ്ടി പോലീസുകാരൻ. എൻ്റെ വണ്ടി കളഞ്ഞിട്ട് അവൻ സൂയിച്ചിരിക്കാൻ നോക്കണ്ട. അവൻ്റെ കുടുംബത്തിനെ ഞാനും കത്തിക്കും. പോയിക്കോ, എന്നോടാണ് കളി. അന്നത്ര അത് തന്നെ വന്നു. ഇവിടെ നിന്നും വരാൻ പറ്റില്ലാത്ത സമയം. മര അതിൻ്റെ അകത്തേക്കും. നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാറിക്കണം. എവിടെ ഇപ്പം മാറിയിക്കണേ? നമുക്ക് ഇവിടേക്ക് പോവാം. ഇവിടുന്ന് വല്ല കാറ് വരെ കിട്ടുകയാണെങ്കിൽ എസ്കേപ്പ് പോകാൻ പറ്റുമെന്ന് ആർക്കറിയാം. എന്നോടൊക്കെ മാറിക്കമ്മളാ. ഇപ്പോൾ ജയിലിൽ പിടിച്ചോന്നെ. നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഗൈസ്. ഭയങ്കര സീനാ. നമുക്ക് കസീനോളിറ്റി പോകേണ്ടി വരും. കസീനോളിറ്റി പോയില്ലെങ്കിൽ അവിടം വരെ വണ്ടി കത്തി പോകുമെന്ന് തോന്നുന്നു. ഗായ്സ് അസ്ഥികൂടം. ഞാൻ ആദ്യമായിട്ട് ഇത് തന്നെ. അപ്പം ആ ഗ്രീൻ ലൈറ്റ് കളിയാണ് സത്യമായിരുന്നു. അത് ചെകുത്താനാന്ന് തോന്നുന്നു. പോലീസുകാർക്ക് ഇപ്പം ചത്തു കോഴിക്കാടും. എൻ്റെ പുഞ്ഞളി, ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ. നമ്മളെ തന്നെ കൊല്ലാൻ വേണ്ടി പുറകെ നടക്കണം. അടുത്ത് വന്നു. ഈ വഴിയിലൂടെ ഈ റോബോട്ട് എന്തിനാണ് നടക്കണേ? കണ്ടോ, മനുഷ്യന്മാർ വരെ വെടിവെക്കണം. ഇവിടെ മൊത്തം സീനാളിയാ. നമുക്ക് എപ്പോഴെങ്കിലും കസീനോളിറ്റി പോകണം. ഗൈസ് ഞാനെന്ന് പറ്റുകയാണെങ്കിൽ ആർമിയുടെ വീഡിയോ ഇട്ട് തെറ്റിപ്പോയിന്ന് തോന്നുന്നു. ഈ വണ്ടിക്ക് അത്ര സ്പീഡൊന്നും ഇല്ല, ചുമ്മാന്ന് പോയുള്ളൂ. ഒന്ന സാമാനം. എന്നാ കോപ്പാണ് ഇതുപോലത്തെ ഒരു ഗെയിമിൽ രണ്ടാം വണ്ടി കണ്ടാൽ തന്നെ എനിക്ക് ദേഷ്യ. എൻ്റെ പൊന്നളിയ, ഇവന്മാർക്ക് പീച്ചിന്ന് വന്നാൽ പിന്നെ തീർന്നു. അയ്യോ സീന. അടുത്തും വന്നു റോബോട്ട്. എൻ്റെ പൊന്നെ, ഇവിടെ ഇവനൊന്നും വേറെ പണിയില്ലേടേ. മനുഷ്യർ ഒരു കഷ്ടകാലം വരെ ഉണ്ടാക്കി തരും. ഇവിടേക്ക് ഇരിക്കുക. കസീനോട്ടിലേക്കുള്ള വഴിയും മനസ്സിലാവില്ല. തെറ്റിപ്പോയിന്ന് തോന്നുന്നു. ഇത് ഏത് വഴിയാടോ? എൻ്റെ ഇവനിത് എവിടെ പോയി കിടക്കണ? ആ ടിപ്സം വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അവൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ സമയമില്ലാന്ന്. ഞാൻ അവനെ ചെന്നിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് കാണാമെന്ന് പറഞ്ഞ. കസീനോട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോകണം. കണ്ടോ, അവരൊക്കെ പെട്ടെന്ന് വാങ്ങി വരുവാ. ഇവിടെ എൻ്റെ അളിയ, ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ. ചക്ക ഒഴുകി വെച്ചേണ പോലെ ഇങ്ങിയിരിക്കും. പെട്ടെന്ന് പൊക്കോ. ഇനി ഒരൊറ്റ വണ്ടി പോലും വരില്ല ഇങ്ങോട്ടേക്ക്. ഇവിടേക്ക് വണ്ടിയൊന്നും വരില്ലേ. കണ്ടോ, ഇവിടേക്ക് വണ്ടി കയറ്റാൻ പറ്റും. കണ്ടോ, പെട്ടെന്ന് ഇടിച്ച്. എൻ്റെ അളിയാ, പെട്ടെന്ന് വിളിക്കാൻ വേണ്ടി ഒരു സ്ഥലം പോലും കിട്ടില്ല. ഇവിടെ ആരും ഇല്ല കേട്ടോ. വേറെ ടൂവിൻ്റെ അകത്താണെങ്കിൽ ഈ മറ്റേ ബോർഡർ കിടക്കുന്ന സ്ഥലത്തുണ്ടാവും. ഇവിടെ മറ്റേ ഈ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുക്കും. പെട്ടെന്ന് ചാടിക്കോ. ഇവിടെ ആരും വരില്ല, സേഫ്. ഗൈസ് നമുക്കിവിടെ കുറച്ച് നേരം ബോട്ടിലൊക്കെ കയറി കളിക്കാം. നമുക്കിനി പോവാം ഗൈസ്. നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മമാർ ഭയങ്കര സീനാണ്. അവിടെ മൊത്തം സീനായിരിക്കും. കണ്ട ഗൈസ്, അപ്പുറത്തെ സിറ്റി വരെ ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സിറ്റിയിലേക്ക് പെട്ടെന്ന് എത്തണം. വാട്ടർ ലെവൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൊഞ്ചളി അവന്മാർ വീണ്ടും വെടിവെച്ചുകൊണ്ടിരിക്കുക. അവന്മാർക്കറിയാം, അവന്മാർ മറ്റേ സാധനം ടെലിസ്കോപ്പ് വെച്ച് കാണുന്നുണ്ട്. വെടിവെക്കുന്നു. എൻ്റെ അളിയ. അവന്മാരുടെ കയ്യിൽ വേറെ എന്തോ ഒരു സ്പെഷ്യൽ ഗണ്ണാണെന്ന് തോന്നുന്നു. റോക്കറ്റ് എഞ്ചിനൊക്കെ വിടണു. ഇതെന്തിനാണ് ഇപ്പം കയറിയത്? പെട്ടെന്ന് പോടി. നമുക്ക് വേഗം പോവാം. എന്നാ പണിയാണ് കിട്ടണേന്ന് ആർക്കറിയാം. എവിടുന്നെങ്കിലും പോവും. എൻ്റെ അളി ആ സോംബി. അവിടെ മറ്റേ സോംബി അല്ല, മറ്റേ സാധനം. മറ്റേ വെടിവെച്ചു. എടാ, വാട്ടർ ലെവൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. വാട്ടർ ലെവൽ കഴിയുകയാണെങ്കിൽ നീ പറയണം.
ഒന്ന് പെട്ടെന്ന് പോടേ. ഈ ബോട്ടിൽ തന്നെ എഞ്ചിനില്ല, ഒരു സാധനമില്ല. എഞ്ചിൻ പുതിയ പിടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ അയാളോട് ചോദിക്കണ്ടേ, കസീനോ വേൾഡിലെ ആളോട്. എൻ്റെ അമ്മോ എൻ്റെ അമ്മോ ഇതെന്നാണോ, പെട്ടെന്നൊന്ന് പോവോ. ഇതെന്നാപ്പന വണ്ടിയാണോ? ഇത് പെട്ടെന്ന് എത്തിയിട്ട് വേണം പോവാൻ. ഇതിവിടെ എങ്ങനെ എത്തും ഇന്നും കാണും. എൻ്റെ അളിയ വാട്ടർ ലെവൽ ഇതുവരെ കഴിയുമോ? അപ്പുറത്തെ സിറ്റി എത്തിയാലേ കഴിയുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പുറത്തെ സിറ്റി എത്തിയിട്ടുണ്ട്. ഇന്നലെ അപ്പുറത്തെ സിറ്റി എത്തി. ഇനി നമുക്കിവിടെ കുറച്ച് നേരം കിടപ്പിരിക്കുകയും ചെയ്യാം. അങ്ങനെ ഇരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടിപ്സം നമ്മളെ കാസിനോയിലോട്ട് വെച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അവിടെ എത്തണ വരെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ ഗായ്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ടിപ്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് നേരെ അകത്തേക്ക് കയറി പോവാം. അപ്പം എന്തായാലും എത്തിയിട്ട് കാണാം. നമുക്ക് അങ്ങോട്ടേക്ക് കയറണം. ലിഫ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ ഗായ്സ്, ടിപ്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ടിപ്സിനെ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ടിപ്സിനെ നമുക്ക് കണ്ടുപിടിക്കണം എവിടെയാണെങ്കിലും. ടിപ്സിന് ഇവിടെ ഒന്നുമില്ല, അപ്പുറമായിരിക്കും എന്ന് തോന്നുന്നു. ചള്ളി വീഴാൻ വേണ്ടിയുള്ള സമയം. ഒന്ന് പെട്ടെന്ന് പോടെ, ഇയാൾ ഞാൻ നടക്കൂലേ. ഇതെന്നാ ഇപ്പോഴെ തന്നെ മോന്തടിച്ച് ചാവണം. ടിപ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല. ടിപ്സിനെ എവിടെ പോയി? എടോ ഇതെന്നാട് ടിപ്സും കിടന്ന് ഉറങ്ങുവാണോ? എണ്ണേക്കടാ. ഇവനെന്നാ വേറെ എന്തിനാണോ? അല്ലെങ്കിൽ ഞാൻ ഏറ്റു കൂട്ടോ? വേണ്ട ഞാൻ ഇപ്പം അയക്കാം. ഞാനൊരു കാര്യം ഇതല്ലാന്ന് തോന്നുന്നു. ടിപ്സിനെ നമുക്ക് വിളിച്ചു ചോദിക്കാം. നോക്കട്ടെ. ഹലോ, എടാ നീ എവിടെയാടാ? എടാ ഞാൻ വീട്ടിൽ. എടാ നീ എന്നെ പറ്റിച്ചല്ലേ? ഞാനെപ്പോൾ പറ്റിച്ചെന്ന്? നീയല്ലേ ഞാൻ മറ്റേ കസീനോട്ടിലേക്ക് വിളിച്ചേ? എപ്പോൾ വിളിച്ചു? അപ്പം നീയല്ലേ എന്നെ വിളിച്ചേ? അത് നിനക്ക് തെറ്റിയതായിരിക്കും. തോന്നിയതായിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ വെറുതെ ഇവിടം വരെ വന്നു. അപ്പം എന്തായാലും നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാൻ അവൻ വെച്ചിട്ടോ. പന്ന പരസ്യം. ഇപ്പോഴാ പരസ്യത്തിൻ്റെ സമയമുള്ളൂ. അപ്പം എന്തായാലും വെള്ളമൊക്കെ കുടിക്കാൻ പോവാം. അമ്മേനെ എന്നാ വെടി വെച്ചാൽ ആർക്കറിയാം. നമുക്ക് കുടിക്കണ രാത്രി. അപ്പം ചേസൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുഖംമുടി മാറ്റിയിട്ടില്ല കേട്ടോ. മുഖംമുടി എന്തായാലും മാറ്റണം. നമ്മുടെ ഈ ഡ്രസ്സും മാറ്റണം എന്തായാലും. അപ്പം എന്തായാലും കുറച്ച് പേടിയേ ഉള്ളൂ. ടിപ്സിനെ കണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് പോയേക്കാം. ഗൈസ്, ഞാൻ ഈ കസീനോയിട്ട് സ്വന്തമാക്കണ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങൾ മറക്കാതെ ഒന്ന് കണ്ടു നോക്കുക. പോലീസുകാർക്ക് ഭയങ്കര സീനുണ്ട്. നോക്കിക്കോ, പട്ടാളം, പോലീസ്, ആർമിക്കാർ വരും. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം നേരെ നമുക്ക് എവിടെന്നെങ്കിലും വണ്ടി സംഘടിപ്പിക്കണം. നമ്മുടെ കയ്യിൽ വലിയ സ്കേറ്റിംഗ് ബോർഡ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അത് കിട്ടണം കേട്ടോ. പട്ടാളത്തിന് വണ്ടി എടുക്കണ പോലീസ്. വേണ്ട ഇല്ലവിടെ നടന്നു പോകണം നല്ലത്.
എൻ്റെ പൊന്നാളി ഞാൻ മടുത്ത്. എൻ്റെ കാലുകൾ കഴിച്ചിട്ടോ. എൻ്റെ അമ്മ പോലീസിന് വണ്ടി എടുക്കാമെന്ന് വെച്ചാണല്ലോ ഭയങ്കര സീനാ. അതിൻ്റെ അടുത്തോടെ പോണ വണ്ടികളൊക്കെ എടുത്താൽ പിന്നെ സീന. നമുക്ക് നേരെ പോവാം. എൻ്റെ അമ്മ ഇനി നടന്നു പോവാം. അതാ അല്ല വേറെ നടന്നു പോകണം. അവിടെ ഒരു ബൈക്കുണ്ടല്ലോ. അവിടെ എത്തണ വരെ കാത്തിരിക്കാം. ഇവിടെ എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. സ്നാക്സാ. നമുക്ക് നേരെ പോവാം. നമുക്ക് നേരെ ടിപ്സിൻ്റെ വീട്ടിലേക്ക് പോവാം. അയ്യോ, ഈ വണ്ടിക്ക് എന്നാടേ പല എഞ്ചിനും ഇല്ല, ഒരു കോപ്പുമില്ല. അങ്ങനെ ടിപ്സിന് ഇവിടെ എത്തിയതാണ് കേട്ടോ. ടിപ്സിൻ്റെ അടുത്ത് കാര്യമൊക്കെ ചോദിക്കാം. അപ്പോൾ ടിപ്സാ, ഞാൻ എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. പൈസ നിൻ്റെ ഗൂഗിൾ പേയിലേക്ക് അയച്ചിട്ടുണ്ട്. ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ശരി. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം എൻ്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണി ഒരു കാര്യം കൂടെ. എൻ്റെ അമ്മ, നമുക്ക് എന്തായാലും കുറച്ച് പൈസയൊക്കെ എടുത്താലോ. നിങ്ങളുടെ പൈസ എടുത്താൽ കൂടുകയും. പൈസ തന്നിട്ടുണ്ട് കേട്ടോ കുറേ. അപ്പം എന്തായാലും ഇതെന്നാടെ മാറിക്കിടോ. തനിക്കൊന്നും വേറെ വെളിവൊന്നുമില്ലേ? ആമരക്ക് അങ്ങനെ അടുത്ത് ചാകണം. അല്ല പിന്നെ എടാ, അവനിപ്പം തലറിയാവും. എന്നെ നോക്കി പഠിപ്പിക്കണേ, നീനെ ആടാ. പോലീസ് ഇതുവരെ വന്നിട്ടില്ല. എടാ എന്താ ഇത്? ഞാൻ എന്നെ ഒരു സ്ഥലത്ത് പോലും വിടില്ല ഇവൻ. നമുക്കെന്തായാലും നേരെ പൈസ എടുക്കാൻ പോവാം. ഇവൻ ഒരു കാര്യത്തിന് സമ്മതിക്കില്ല കേട്ടോ. എന്തേ ഡബ്ല്യു. ഇതാണ്ട് ഒരു കുതിര പോലെ ഇരിപ്പുണ്ടല്ലോ. ഇങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 600 രൂപ. അപ്പം എന്തായാലും നമ്മുടെ ബാങ്കിലേക്ക് വേണ്ടതാണ് കേട്ടോ. അപ്പം എന്തായാലും എടാ, ഇവൻ ഒരു സ്ഥലത്ത് പോലും സമ്മതിക്കില്ല. ഇവൻ എപ്പോൾ നോക്കിയാലും വരുന്നല്ലേ. നീ ആ കിളവനാണോ? എന്നാൽ വീണ്ടും കൊന്നേക്കാം. അല്ല പിന്നെ കുറേ നേരെ ചത്തോ. ചത്തു. അണ്ണോടെ സ്വർഗത്തിലേക്ക് പോയോ? ഞാൻ എന്നോട്ടെങ്കിലും പോയി. നന്നായി. അപ്പോൾ താങ്ക് യു ബ്രോ. അല്ല പിന്നെ എന്നോടാണ് കളി. ഈ ബംഗ്ലാവിൻ്റെ അടുത്താണ് കളി. അപ്പം ഗൈസ്, ഞാൻ ക്രിമിനലായിട്ട് നടക്കണ വീഡിയോ എന്തായാലും ചേട്ടനായിരിക്കും. അത് റോപ്പിയറോടെ അകത്താട്ടോ. ഇനി എന്തായാലും ഇനിയാണെങ്കിൽ ഫ്രീ ഫയറിൻ്റെ അതുവല്ല അപ്ഡേറ്റ് വല്ല വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇനി ഞാൻ ഇടണമായിരിക്കും മ്യൂസിക്കൊക്കെ. അപ്പം എല്ലാവർക്കും ബൈ.